നമ്മളെല്ലാവരും തന്നെ ഫേസ്ബുക്കിലെ വീഡിയോസുകൾ കാണുന്നവരാണ്. നമുക്കിഷ്ടപ്പെട്ട വീഡിയോ നമ്മൾ ഒരുപാട് മുമ്പേ കണ്ട വീഡിയോസ് ആണെങ്കിലും നമുക്കത് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫേസ്ബുക്കിൻ്റെ വാച്ച് ഹിസ്റ്ററി എടുക്കണം. പല ആളുകൾക്കും വാച്ച് ഹിസ്റ്ററി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയില്ല. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് മുമ്പേ കണ്ട വീഡിയോസ് ആണെങ്കിലും വാച്ച് ഹിസ്റ്ററിയിൽ അത് കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടാണ് നൽകിയിരുന്നത്. എന്നാൽ കുറച്ച് ആളുകൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഈ വാച്ച് ഹിസ്റ്ററിയിൽ നമുക്ക് വീണ്ടും പഴയ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആ ഒരു ഹിസ്റ്ററി നമുക്കെങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും, അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ ആ ഒരു ഓപ്ഷൻ ആ ഒരു വാച്ച് ഹിസ്റ്ററിയിൽ ഇല്ല. അത് മറ്റൊരു സ്ഥലത്താണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് ഉള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഇത് രണ്ടും നമുക്ക് കണ്ട് മനസ്സിലാക്കാം. കണ്ട വീഡിയോസുകൾ വീണ്ടും കാണുന്നത് എങ്ങനെയെന്നും ആ ഒരു ഹിസ്റ്ററി നമുക്ക് പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് വീഡിയോ കാണുന്ന ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, മുകളിൽ ഒരുപാട് ടാബുകളുണ്ട്. വീഡിയോയുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്ററി എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇതുവരെയായിട്ടും നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും നമ്മൾ വീണ്ടും കാണുന്നത്. ഇവിടെ വാച്ച്ഡ് എന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ട വീഡിയോസുകളാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ വീണ്ടും ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെയും നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഈ ഒരു ഹിസ്റ്ററി നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എവിടെയും ഇല്ല. നമുക്ക് കാണാം എന്നല്ലാതെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഫുള്ളായിട്ട് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ വലതുവശത്ത് മുകളിൽ കാണാൻ സാധിക്കും. ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ യുവർ ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആക്ടിവിറ്റി ലോഗ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു നീല കളർ കാണുന്ന, അതായത് പബ്ലിക് പോസ്റ്റ്സ്, അതുപോലെ തന്നെ പബ്ലിക് ടാഗ്, അങ്ങനെയുള്ള ഓപ്ഷൻസുകളിൽ നമുക്കിങ്ങനെ ഒന്ന് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ സെർച്ച് ചെയ്ത വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ വാച്ച്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ നിലവിൽ വാച്ച് ചെയ്ത എല്ലാ വീഡിയോസുകളും ഇവിടെയാണ് ഉള്ളത്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ കണ്ട വീഡിയോസുകളൊന്നും തന്നെ കാണുന്നില്ല. ഒറ്റ വീഡിയോ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അത് നമുക്ക് മൊത്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു 1 എന്ന് എഴുതിയിട്ടുള്ള ഒരു ഐക്കൺ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ 2 ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട്. ഇവിടെ കാറ്റഗറീസ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട്. യുവർ ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന ഈ ഒരു ഓപ്ഷൻ, മുകളിലത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കിവിടെ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസുകൾ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസുകളും ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും കാണാനുള്ള ഓപ്ഷൻ ഇല്ല. അത് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഓപ്ഷനിലാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു വീഡിയോ, അതിൻ്റെ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വ്യൂ എന്ന ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഡിലീറ്റ് എന്ന ഭാഗമുണ്ട്. വ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും കാണാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ ഓപ്ഷൻസുകൾ ഇങ്ങനെ കാണുമെന്നല്ലാതെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കിത് വീണ്ടും കാണാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല എന്ന്. നമുക്കിത് റിമൂവ് ചെയ്യാം. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു വാച്ച് ഹിസ്റ്ററിയിൽ നിന്നും ആ ഒരു വീഡിയോ ഇവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇത് മൊത്തത്തിൽ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ, മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇവിടെ റിമൂവ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഫേസ്ബുക്കിൽ വാച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും വാച്ച് ഹിസ്റ്ററിയിൽ നിന്നും
റിമൂവ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.